ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഉപയോഗിക്കുന്ന ഈ റിമോട്ടുകളുണ്ടല്ലോ, ടി വിൻ്റെ ആയാലും ഡിഷിൻ്റെ ആയാലും മറ്റെന്തിൻ്റെ ആയാലും ഈ റിമോട്ടുകളെല്ലാം ബാറ്ററി ഇല്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇതെങ്ങനെയാണെന്ന് നോക്കാം. സത്യം പറഞ്ഞാൽ ഇനി റിമോട്ടിലേക്ക് ബാറ്ററി മേടിച്ചാരും കാശ് കളയേണ്ട ആവശ്യമില്ല. അതുപോലെ ഇനി ബാറ്ററി തീരുമെന്ന് പേടിച്ചുകൊണ്ട് ആരും റിമോട്ട് നെക്കാതെയും ഇരിക്കേണ്ട. ഇനി എങ്ങനെയാണ് ഈ ഒരു റിമോട്ട് ബാറ്ററി ഇല്ലാണ്ട് പ്രവർത്തിപ്പിക്കാമെന്ന് നോക്കാം. ഇതിൽ ഈ രണ്ട് ബാറ്ററികളും ഊരിയെടുത്ത് കഴിഞ്ഞാൽ 4 സ്പ്രിങ്ങുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇതിൽ 2 സ്പ്രിങ്ങുകൾ ബാറ്ററികൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടും മറ്റ് 2 സ്പ്രിങ്ങുകൾ ബോർഡിലേക്ക് കണക്റ്റഡ് ആയിട്ടുമായിരിക്കും കാണാൻ വേണ്ടി കഴിയുക. അപ്പോൾ ഈ ബോർഡിലേക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ആ 2 സ്പ്രിങ്ങുകൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ അതിനുശേഷം ഈ ഒരു 3.3 വോൾട്ട് റെഗുലേറ്റർ എടുത്തുകൊണ്ട് ഈ ഒരു ഡയോഡ് ഫോർവേഡ് ബയസിൽ ഇതിൻ്റെ നടുക്കത്തെ ലെഗുമായിട്ട് ഇതേപോലെ കണക്റ്റ് ചെയ്യണം. ഡയോഡിൻ്റെ ഈ ഒരു ആവശ്യമില്ലാത്ത ലെഗ് അങ്ങ് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ബോർഡിലേക്ക് കണക്റ്റഡ് ആയെന്ന് കണ്ട ആ 2 സ്പ്രിങ്ങുകളുണ്ടല്ലോ, അതിൽ പോസിറ്റീവ് എന്ന് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിലേക്ക് ഈ രീതിയിൽ ഡയോഡ് വച്ചതിന് ശേഷം അവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇനി ഇതേപോലെ ഒരു ചെറിയ കഷ്ണം വയർ എടുത്തുകൊണ്ട് ഈ ഒരു റെഗുലേറ്ററിൻ്റെ ഒന്നാമത്തെ ലെഗിലും അതുപോലെ ഈ ഒരു നെഗറ്റീവ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു സ്പ്രിങ്ങിലേക്കും ഇതേപോലെ കണക്റ്റ് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു പവർ സപ്ലൈ ആണ്. ഇതിനായിട്ട് ഞാൻ എൻ്റെ പഴയ ഫോണിൻ്റെ മൊബൈൽ ചാർജറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിക്കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നും വയർ അങ്ങ് പൊളിച്ചെടുക്കണം. ഈ ഒരു ചാർജറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് 5 വോൾട്ടാണ് കേട്ടോ. ഇതിൽ വരുന്ന ഈ ഒരു 2 വയറുകൾ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആയിരിക്കും. ഇതിൽ ചുവപ്പാണ് പോസിറ്റീവായിട്ട് വന്നിട്ടുള്ളത്, അതുപോലെ കറുപ്പാണ് നെഗറ്റീവായിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു പോസിറ്റീവ് ഈ റെഗുലേറ്ററിൻ്റെ മൂന്നാമത്തെ ലെഗിലോട്ടും അതുപോലെ നെഗറ്റീവായിട്ട് സൂചിപ്പിക്കുന്ന കറുപ്പ് ഈ ഒരു നെഗറ്റീവ് മാർക്ക് ചെയ്ത സ്പ്രിങ്ങിലോട്ടുമാണ് കണക്ട് ചെയ്യുന്നത്. സംഭവം ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളാണ്. ഇത് ആർക്കും വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. വളരെ സിമ്പിളാണ്. ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഈ ഒരു IR LED ഫ്ലാഷ് ചെയ്യുന്നത് കണ്ടോ. ഇത് നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് നോക്കിയാൽ ഈ ഒരു ഫ്ലാഷിങ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ മൊബൈൽ ക്യാമറയിൽ ഇത് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ TVക്ക് ഇത് നല്ലപോലെ വർക്ക് ചെയ്യുന്നതായിട്ടും കാണാൻ വേണ്ടി സാധിക്കും. ഇനി ബാറ്ററി തീർന്നുകൊണ്ട് റിമോട്ടുകൾ ആരും എടുത്തു വെക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒരു പഴയ ചാർജർ ഉണ്ടെങ്കിൽ കണക്ട് ചെയ്തുകൊണ്ട് എത്ര വേണമെങ്കിലും നമുക്കത് ഉപയോഗിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ട്രിക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.